ഹലോ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ക്യൂബറസിൻ്റെ ആർക്കിടെക്ചറും അതിലുള്ള ഒരുപാട് കോമ്പോണൻറ്റുകൾ, മാസ്റ്റർ നോഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, വർക്കർ നോഡിൽ എന്തൊക്കെയുണ്ട്, നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലസ്റ്റർ സെറ്റപ്പ് ചെയ്യുക, ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട മുന്നത്തെ വീഡിയോയിൽ മോണോലിത്തിക്കിനെ കുറിച്ചും മൈക്രോ സർവീസസിനെ കുറിച്ചൊക്കെ നല്ല എക്സാമ്പിളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ക്യൂബർനെറ്റ്സ് എന്താണ്, എന്തിനാണ് നമ്മൾ ക്യൂബർനെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ആർക്കിടെക്ചറും കോമ്പോണൻറ്റ് ഈ കാര്യങ്ങളിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ നോക്കാം. അപ്പം അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. നമുക്ക് ഇതിനായിട്ട് എന്ത് ചെയ്യണം, ക്ലസ്റ്റർ, ആദ്യം ക്ലസ്റ്റർ എന്താണ്, അതുപോലെ ആർക്കിടെക്ചർ എന്താണ്, ഇത്രയും കാര്യങ്ങളിലോട്ട് വരാം. അതിൻ്റെ മുന്നേ ഇനി നമ്മൾ ഈ ഒരു ക്ലസ്റ്ററിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് നോഡ് എന്നായിരിക്കും. ഓക്കെ, നോഡ്, സിംഗിൾ നോഡ് അല്ലാണ്ട് മൾട്ടി നോഡ്, ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ നോഡ് എന്താണെന്ന് ആർക്കും അറിയില്ല, അല്ലാണ്ട് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോഡ് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നുമല്ല. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെർവർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ പറയുക, മാസ്റ്റർ നോഡ് അല്ലാണ്ട് വർക്കർ നോഡ്. ഓക്കെ, മൾട്ടി നോഡ് അല്ലാണ്ട് എത്ര നോഡ് ഉണ്ട്, എൻ്റെ ക്ലസ്റ്ററിൽ 5 നോഡ്സ് ഉണ്ട്, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പറയാം. ഇപ്പോൾ സിംഗിൾ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവർ, മൾട്ടി നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെർവർ ഉണ്ട്. ഈ ഒരു ലോജിക് പരമായിട്ടുള്ള കാര്യം എന്താ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്ലസ്റ്റർ. ഈ ഒരു ടേം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മേ ബി കേട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലാണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് സെർവർ അല്ല, ഒരുപാട് സെർവറിൻ്റെ ഒരു ഗ്രൂപ്പ്, അല്ലാണ്ടെങ്കിൽ ഒരുപാട് നോഡിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് നോഡ്സ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് നോഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമൽ എന്താ പറയുന്നത്, ക്യൂബർനെറ്റ്സിൻ്റെ ക്ലസ്റ്റർ അല്ലേ, അല്ലാണ്ട് KH ക്ലസ്റ്റർ, ക്യൂബർനെറ്റ്സ് ക്ലസ്റ്റർ, ഇത്രയും കാര്യങ്ങളൊക്കെ പറയാം, അല്ലാണ്ട് ഓപ്പൺ ഷിഫ്റ്റ് ക്ലസ്റ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യൂബർനെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ക്യൂബർനെറ്റ്സ് ഒരു ഓർക്കസ്ട്രേഷൻ ടൂളാണ് അല്ലേ, ഓർക്കസ്ട്രേഷൻ ടൂൾ അല്ലാണ്ട് ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സിനെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുക, അതിൻ്റെ അവൈലബിലിറ്റി, ഓട്ടോ ഹീലിംഗ്, ഓട്ടോ സ്കെയിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ. അപ്പോൾ ക്യൂബർനെറ്റ്സ് എന്താണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അതുപോലെ ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, ഗ്രീൻ കളർ എടുക്കാം, ഫ്രീ ആണ്, അതുപോലെ ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂബർനെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോസിബിളാണ്. ബട്ട് ഇതുപോലെ ഓർക്കസ്ട്രേഷൻ ടൂളുകൾ വേറെയുണ്ട്. ഓക്കെ, ബട്ട് അതൊക്കെ എന്തായിരിക്കും, എൻ്റർപ്രൈസ് ലെവലുള്ളതായിരിക്കും. നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷനോ അല്ലാണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് ഈ എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾക്കറിയാം ക്ലൗഡ് അല്ലേ, AWS ഉണ്ട്, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള AWS ഉണ്ട്, അതുപോലെ അസ്യൂർ ഉണ്ട്, ഗൂഗിൾ ക്ലൗഡ് ഉണ്ട്, GCP ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം ക്ലൗഡ് പ്രൊവൈഡേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഓർക്കസ്ട്രേഷൻ സർവീസ് അല്ലാണ്ട് ക്യൂബർനെറ്റ് സർവീസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം AWSൽ നമ്മൾക്ക് EKS എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. ഓക്കെ, EKS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ക്യൂബർനെറ്റ് സർവീസ്. അതുപോലെ തന്നെ അസ്യൂറിൽ എന്തുണ്ട്, AKS ഉണ്ട്. ഓക്കെ, അതായത് അസ്യൂർ ക്യൂബർനെറ്റ് സർവീസ്. GCPയിൽ ഗൂഗിൾ ക്യൂബർനെറ്റ്സ് എഞ്ചിൻ ഉണ്ട്, GKE ഉണ്ട്. ഓക്കെ, അപ്പോൾ EKSും AKSും ഇതൊക്കെ എന്താണ്, എൻ്റർപ്രൈസ് ലെവലുള്ളതാണ്. ഇതൊന്നും ഒരിക്കലും ഫ്രീ അല്ല. പക്ഷേ ക്യൂബർനെറ്റ്സ് നമുക്ക് എന്താണ്, ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്. ബട്ട് ഈ ക്യൂബർനെറ്റ്സിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇത്തരം ഓർക്കസ്ട്രേഷൻ ടൂളുകൾ ക്ലൗഡിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് ഇതെന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ ഹൈലി കോസ്റ്റൊക്കെ നമുക്ക് ക്ലൗഡിലൊക്കെ വരും. ഓക്കെ, ഇനി ഇതല്ലാതെ നമുക്ക് ഓപ്പൺ ഷിഫ്റ്റ് മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓപ്പൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എൻ്റർപ്രൈസ് ലെവലുള്ള ഓപ്പൺ ഷിഫ്റ്റ്. ഓപ്പൺ ഷിഫ്റ്റ് എന്ന് പറയുന്നതും ഒരു ഓർക്കസ്ട്രേഷൻ ടൂളാണ്. ബട്ട് അതും എന്താണ്, സെയിം നമ്മളെ ക്യൂബർനെറ്റ്സ് പോലൊക്കെ തന്നെയാണ് ഏകദേശം. അതായത് ഈ ഓപ്പൺ ഷിഫ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ
ഓപ്പൺ ഷിഫ്റ്റിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ K8 ക്യൂബർനെറ്റ്സിൻ്റെ എൻജിനാണ്. അതിൻ്റെ മുകളിൽ എന്താ പറയുക, ഒരുപാട് സെക്യൂരിറ്റി പരമായിട്ടുള്ള ഫീച്ചേഴ്സും അല്ലാതെ വേറെ ഒരുപാട് ഫീച്ചേഴ്സും അതിനൊരു വെബിൽ കൺസോളും കാര്യങ്ങളൊക്കെ ഉള്ള മറ്റൊരു, അതായത് നമ്മൾക്കിപ്പോൾ ക്യൂബർനെറ്റ്സിൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിൽ ക്യൂബർനെറ്റ്സിനേക്കാളും കുറച്ചും കൂടി ഹൈ ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ഷിഫ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് ക്യൂബർനെറ്റ്സ് എന്ന് പറയുന്നതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. ഇത്തരത്തിലുള്ള ഓർക്കസ്ട്രേഷൻ ടൂളുകൾ വേറെയും ഒരുപാടുണ്ട്. ബട്ട് അതൊക്കെ എൻ്റർപ്രൈസ് ലെവലുള്ള ആണ്, പെയ്ഡ് ഹൈലി കോസ്റ്റ് ഒക്കെ വരുന്ന ഓർക്കസ്ട്രേഷൻ ടൂളുകളാണ്. ഓക്കെ, അതും എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്ലസ്റ്റർ അല്ലേ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് നോഡ്സ്. നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് ക്യൂബർനെറ്റ്സിൻ്റെ ഒരു ആർക്കിടെക്ചറാണ്. നമുക്ക് എങ്ങനെ ക്യൂബർനെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്, അതായത് ക്ലസ്റ്റർ ക്രിയേഷൻ. ക്ലസ്റ്റർ ക്രിയേഷൻ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. ആർക്കിടെക്ചർ നമുക്ക് എങ്ങനെയാണ് ഒരു ക്യൂബർനെറ്റ്സിൻ്റെ ആർക്കിടെക്ചർക്ക് ഏതൊക്കെ രീതിയിലാണ്, നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെൻ്റെ ക്ലസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെൻ്റെ ക്ലസ്റ്റർ. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലസ്റ്ററിന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് ക്ലസ്റ്റർ. ഓക്കെ, അപ്പോൾ ക്ലസ്റ്ററിനകത്ത് നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് നോഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഒരു സെർവറിൽ കൂടുതൽ എന്തുണ്ടായിരിക്കും, ക്ലസ്റ്ററിൻ്റെ അകത്തുണ്ടായിരിക്കും അല്ലേ, കാരണം ഗ്രൂപ്പ് ഓഫ് നോഡ്സ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് തരത്തിലുള്ള നോഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ ക്ലസ്റ്ററിൻ്റെ അകത്ത് തന്നെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലസ്റ്ററിൻ്റെ അകത്ത് മാസ്റ്റർ നോഡ്സ് ഉണ്ടായിരിക്കും, മാസ്റ്റർ നോഡ്. ഓക്കെ, ഈ മാസ്റ്റർ നോഡിന് നമ്മൾ എന്തും കൂടെ പറയും, കൺട്രോൾ പ്ലെയിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, കൺട്രോൾ പ്ലെയിൻ നോഡ്സ് എന്നും നമ്മൾ മാസ്റ്റർ നോഡ്സിനെ പറയാറുണ്ട്. അതുപോലെ തന്നെ ക്ലസ്റ്ററിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും, വർക്കർ നോഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, വർക്കർ നോഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്ലസ്റ്ററിൻ്റെ അകത്ത് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ക്ലസ്റ്ററിൻ്റെ അകത്ത്, ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രൂപ്പ് ഓഫ് നോഡ്സ് ആണ്, അതായത് ഒരുപാട് സെർവറുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഓഫ് സെർവറുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം എന്ന് പറയുന്നത് മാസ്റ്ററും ഒരെണ്ണം എന്ന് പറയുന്നത് വർക്കറും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ക്ലസ്റ്റർ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഈ കാണുന്നത് നമ്മുടെ ക്ലസ്റ്ററാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെർവർ, ഇതൊരു സെർവറാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതുപോലെ ഇതൊരു സെർവറാണ്. ഇതുപോലെ വേറെയും സെർവറുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ മെഷീൻ്റെ അകത്ത് എത്ര സെർവറുകളുണ്ട്, കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, നമ്മളുടെ ക്ലസ്റ്ററിനകത്ത് ഇപ്പോൾ രണ്ട് സെർവർ ഉണ്ട് അല്ലേ, രണ്ട് സെർവർ. ഇവിടെ ഒരു സെർവർ ഉണ്ട്, ഇതൊരു സെർവർ, രണ്ടും ഓരോ സെർവറാണെന്ന് നമുക്ക് ജസ്റ്റ് വിചാരിക്കാം. ഇതിനെ ഞാൻ എന്ത് പറയുന്നത്, ഇത് മാസ്റ്റർ നോഡാണ്. ഓക്കെ, ഇതെന്താണ്, മാസ്റ്റർ നോഡ്. നമ്മൾ എന്ത് പറഞ്ഞു, ക്ലസ്റ്ററിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് നോഡുകൾ ഉണ്ടായിരിക്കും. ഇതെന്താണ്, വർക്കർ നോഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എൻ്റെ ക്ലസ്റ്ററിൻ്റെ അകത്ത് രണ്ട് സെർവർ ഉണ്ട്, മാസ്റ്റർ നോഡ്, വർക്കർ നോഡ്. ഇതാണ് എന്ത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ക്യൂബർനെറ്റ്സിൻ്റെ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ മാസ്റ്റർ നോഡും വർക്കർ നോഡും ഇനി എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്യൂബർനെറ്റ്സിൻ്റെ അകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഡിപ്ലോയ് ചെയ്യണം അല്ലേ. അതാണല്ലോ നമ്മളുടെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അതിനാണല്ലോ നമ്മൾ ഈ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാസ്റ്റർ നോഡിലാണോ വർക്കർ നോഡിലാണോ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ചെയ്യുന്നത്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കണ്ടെയ്നറും കാര്യങ്ങളും ഡോക്കർ കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് നമ്മുടെ വർക്കർ നോഡിലാണ്. ഓക്കെ, നമ്മുടെ വർക്കർ നോഡിലാണ്. ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡോക്കർ. അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ വരുന്നത് എവിടെയാണ്,
നമ്മുടെ വർക്കർ നോഡിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, അപ്പോൾ മാസ്റ്റർ നോഡ് എന്തിനാണ്? ആക്ച്വലി നമ്മുടെ ഈ ക്ലസ്റ്ററിനെ എൻ്റയർലി മാനേജ് ചെയ്യുന്നതൊക്കെ ആരാണ്? മാസ്റ്റർ നോഡാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ഇതൊരു സെറ്റപ്പാണ് അല്ലേ, ഒരു ക്ലസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്ത് മാസ്റ്റർ നോഡ് വർക്കർ നോഡൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ ഒരുപാട് സെർവറൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് തമ്മിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനും നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് കോമ്പോണൻറ്റുകളുണ്ട്. ഓക്കെ, അതിൽ ഒരെണ്ണമാണ് എന്ത്, ഇത് ചെറുതാക്കാം. ഓക്കെ, സ്മോൾ API സെർവർ. ഓക്കെ, API സെർവർ ഞാനിവിടെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മാസ്റ്റർ നോഡിൽ ഉണ്ടാകുന്ന ഒരു കോമ്പോണൻ്റ് ആണ് എന്ത്, API സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു കോമ്പോണൻ്റ് API സെർവർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ മാസ്റ്റർ നോഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഇനിയും ഉണ്ട് മറ്റൊരാളെന്ന് പറയുന്നത് ഷെഡ്യൂളർ. ഓക്കെ, ഷെഡ്യൂളർ. ഓക്കെ, വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് കൺട്രോൾ മാനേജർ. കൺട്രോൾ മാനേജർ. അപ്പോൾ നമ്മുടെ മാസ്റ്റർ നോഡിൽ എന്തുണ്ട്? കുറച്ച് കമ്പോണൻറ്റുകളൊക്കെ ഉണ്ട് അല്ലേ. API സെർവർ ഉണ്ട്, ഷെഡ്യൂളർ ഉണ്ട്, കൺട്രോൾ മാനേജർ ഉണ്ട്, അതുപോലെ മറ്റൊരാൾ എന്ന് പറയുന്നത് ETCD. ഓക്കെ, ETCD എന്നൊക്കെ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ETCD എന്നും പറയാം. ETCD അല്ലാണ്ട് ETCD. ഓക്കെ, ഇത്രയും ആളുകൾ നമ്മുടെ മാസ്റ്റർ നോഡിൽ ഉണ്ടായിരിക്കും. ഇതാണ് മാസ്റ്റർ നോഡിൻ്റെ ഒരു കോൺഫിഗറേഷൻ, അല്ലാണ്ട് മാസ്റ്റർ നോഡിൽ ഉണ്ടായിരിക്കേണ്ട കോമ്പോണൻറ്റുകൾ. അതായത് നമുക്ക് കുറച്ച്, ഇപ്പോൾ നമ്മൾ AWS ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക, AWS നിന്ന് കുറച്ച് EC2 മെഷീനോ അല്ലെങ്കിൽ കുറച്ച് സെർവറുകളെല്ലാം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ടാൽ മാത്രം അത് ക്യൂബർനെറ്റ്സ് ആവണമെന്നില്ല. ക്യൂബർനെറ്റ്സിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം എന്താണ് നമ്മൾ പറഞ്ഞ സ്കെയിലിങ്ങും അവൈലബിലിറ്റി ഒക്കെ ഉറപ്പ് വരുത്താൻ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കോമ്പോണൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അതാത് സ്ഥലങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് അത് കോൺഫിഗർ ചെയ്യാൻ തന്നെ വേണം. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു വർക്കറിനോടോ അല്ലാണ്ട് ഒരു മാസ്റ്ററിനോടോ തന്നെ വേണമെന്നില്ല. നമുക്ക് എത്ര വർക്കറിനോടും വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ എന്താ പറയുക ട്രാഫിക്കും അതുപോലെ ആപ്ലിക്കേഷൻ്റെ വലുപ്പം സ്മോൾ ആണോ ബിഗ് ആണോ ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ വർക്കർ നോഡിൻ്റെ കൗണ്ട് എല്ലാം ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ക്ലസ്റ്ററിൽ എത്ര വർക്കർ നോഡുകളുണ്ട്? 3 വർക്കർ നോഡ് ഉണ്ടല്ലേ. എത്ര മാസ്റ്റർ നോഡ് ഉണ്ട്? ഒരു മാസ്റ്റർ നോഡുള്ളൂ. മേ ബി നമുക്ക് തോന്നുകയാണ് ഫ്യൂച്ചറിൽ നമ്മുടെ മാസ്റ്റർ നോഡിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ പറ്റിക്കഴിഞ്ഞാൽ ഇവനക്കൊരു എന്താ പറയുക സപ്പോർട്ട് പോലെ നമുക്ക് വേണമെന്നുണ്ട് എന്ത് ചെയ്യാം, 2 മാസ്റ്റർ നോഡൊക്കെ കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അവൈലബിലിറ്റിക്കും അതുപോലെ റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ചാണ്. വർക്കർ നോഡുകൾ മേ ബി 2 ഉണ്ടായിരിക്കാം, 3 ഉണ്ടായിരിക്കാം, പല രീതിയിലുണ്ടായിരിക്കാം. മേ ബി 3 മാസ്റ്റർ നോഡ് ഉണ്ടാകാം, 3 വർക്കർ നോഡ് ഉണ്ടാകും. ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ലിമിറ്റില്ല. വർക്കർ നോഡ് ഒരെണ്ണം പാടുള്ളൂ, മാസ്റ്റർ നോഡ് ഒരെണ്ണം മാത്രം പാടുള്ളൂ, അങ്ങനൊരു ലിമിറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ കോൺഫിഗറേഷന് വേണ്ടിയിട്ട് ഞാൻ എന്താ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു മാസ്റ്റർ നോഡും അതുപോലെ 3 വർക്കർ നോഡുമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിലൊക്കെ എന്നുണ്ടെങ്കിൽ മേ ബി എന്ത് ചെയ്യും, 2 മാസ്റ്റർ നോഡും 3 വർക്കർ നോഡും അല്ലാന്നുണ്ടെങ്കിൽ 3 മാസ്റ്റർ നോഡും 3 വർക്കർ നോഡും പല രീതിയിലും ആപ്ലിക്കേഷൻ്റെ ട്രാഫിക്കും വലുപ്പമൊക്കെ അനുസരിച്ച് നമ്മൾ പല രീതിയിലും കോൺഫിഗർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ മാസ്റ്റർ നോഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ആരൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ മനസ്സിലായില്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വർക്കർ നോഡിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, വർക്കർ നോഡിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ റൺ ടൈം എൻവയോൺമെൻറ്റ് അല്ലാണ്ട് ഇൻ്റർഫേസ്, CRI എന്ന് പറയും, കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ്. ഓക്കെ, നമുക്കതിവിടെ മെൻഷൻ ചെയ്യാം. CRI കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് എന്തുണ്ടായിരിക്കും? എല്ലാ നോഡിലും ഉണ്ടായിരിക്കും. ഓക്കെ,
ഞാനിവിടെ 2 എണ്ണം മാത്രം വരക്കണുള്ളൂ. ഓക്കെ, 2 വർക്കർ നോഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് 3 വർക്കർ നോഡ് ഉണ്ടെങ്കിൽ 3 എണ്ണത്തിലും എന്തുണ്ടായിരിക്കണം? കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളുടെ അപ്ലിക്കേഷൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, വർക്കർ നോഡുകളിലാണ് നമ്മളുടെ അപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്, ഒരിക്കലും മാസ്റ്റർ നോഡിലല്ല. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷനൊക്കെ എന്ത് അപ്ലിക്കേഷൻ ആയിരിക്കും? കണ്ടെയ്നറൈസ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഒക്കെ ഇതിൽ എന്തുണ്ടായിരിക്കും? ഡോക്കർ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഡോക്കറിനെ ആക്ച്വലി എന്ത് ചെയ്യണം? നമ്മുടെ വർക്കർ നോഡിൽ റൺ ചെയ്യണം. നോർമലി നമ്മൾ നമ്മുടെ EC2 മെഷീനിൽ എന്താ ചെയ്യാറ്? ഡോക്കറൈസ് ചെയ്യാൻ ആദ്യം ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യും അല്ലേ? ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ലേ അത് നമ്മൾ ഡോക്കറൈസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഡോക്കറിൻ്റെ ആർക്കിടെക്ചർ എല്ലാം അറിയാം. ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഡോക്കർ എൻജിൻ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് അല്ലേ? ഡോക്കർ എൻജിൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അവിടെ എന്താവുന്നത്? ആക്ച്വലി അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഈ ഡോക്കർ എൻജിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും? ഡോക്കർ ഡി ഉണ്ടായിരിക്കും. ഡോക്കർ ഡി. ഓക്കെ, ഈ ഡോക്കർ ഡിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും? കണ്ടെയ്നർ ഡി ഉണ്ടായിരിക്കും. കണ്ടെയ്നർ ഡി. ആക്ച്വലി ഈ കണ്ടെയ്നർ ഡി ആണ് അതിൻ്റെ കോർ സാധനം. ഓക്കെ, കോറായിട്ട് നമ്മളുടെ ഡോക്കറിനെ പുള്ള് ചെയ്യുന്നതും ഡോക്കർ സ്റ്റോപ്പ് ചെയ്യുന്നതും പോസ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? കണ്ടെയ്നർ ഡി ആണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഡോക്കർ എന്താണ്? ഒരു കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് ആണ്. അതായത് കണ്ടെയ്നേഴ്സിന്, അല്ലാണ്ട് ഡോക്കർ കണ്ടെയ്നേഴ്സിന് റൺ ചെയ്യാൻ വേണ്ട ഒരു എന്താ പറയുക, ഒരു പ്രതലം അല്ലാണ്ട് ഒരു ഇൻ്റർഫേസ് അതുണ്ടെങ്കിൽ മാത്രം അവിടെ എന്താവത്തുള്ളൂ? ഡോക്കർ കണ്ടെയ്നേഴ്സ് റൺ ആവത്തുള്ളൂ. അതായതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കർ നോഡിൻ്റെ ഉള്ളിലൊക്കെ ഇത്തരം ഡോക്കർ കണ്ടെയ്നേഴ്സ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഇൻ്റർഫേസ് ആണ് CRI എന്ന് പറയുന്നത്. ഈ CRIക്ക് അകത്താണ് നമ്മളുടെ അപ്ലിക്കേഷൻ്റെ ഡോക്കർ കണ്ടെയ്നറുകൾ റൺ ചെയ്യുന്നത്. ഇനി ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അതായത് ഇപ്പോൾ 100+ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ അപ്ലിക്കേഷന്. അപ്പോൾ ഈ 100+ ഡോക്കർ കണ്ടെയ്നറും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് ഒരു വർക്കർ നോഡിലായിരിക്കില്ല, അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. മേ ബി ഇതിൽ 50 കണ്ടെയ്നർ ഉണ്ടായിരിക്കും, ഇതിൽ 50 കണ്ടെയ്നർ ആയിരിക്കും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും എന്താവുക? ഇപ്പോൾ എനിക്ക് 3 വർക്കർ നോഡ് ഉണ്ടെങ്കിൽ ഈ 3 വർക്കർ നോഡിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഡിപ്ലോയ് ആവുന്നത്. ഓക്കെ, ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? മാസ്റ്റർ നോഡാണ്. ഓക്കെ, അതിനാണ് ഇതിൽ ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. API സെർവർ, ഷെഡ്യൂളർ, കൺട്രോൾ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ വർക്കർ നോഡിലുള്ള ഒരു കോമ്പണൻറ്റ് നമുക്ക് മനസ്സിലായി, CRI അല്ല, അതായത് കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. അതുപോലെ വേറെയും ആളുകളുണ്ട്. ക്യൂബിലെറ്റ്. ഓക്കെ, ക്യൂബിലെറ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വേറൊരാളും കൂടി ഉണ്ടായിരിക്കും, ക്യൂബ് പ്രോക്സി. ഓക്കെ, ക്യൂബ് പ്രോക്സി. ഇവരും എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ വർക്കർ നോഡിലുള്ള മറ്റു കോമ്പോണൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എവിടെയും വേണം? എത്ര വർക്കർ നോഡുണ്ടോ അവിടെയൊക്കെ ഇവരൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഗർ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്യൂബർനെസ് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് മാസ്റ്റർ നോഡിൽ, വർക്കർ നോഡ്, ഇതിൽ കൺട്രോൾ മാനേജർ, API സെർവർ, ഷെഡ്യൂളർ, ക്യൂബിലെറ്റ്, ക്യൂബ് പ്രോക്സി ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇവരൊക്കെ എന്തിനാന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇവിടെ API സെർവർ കണ്ടു അല്ലേ? ഈ ആക്ച്വലി നമ്മുടെ ഈ API സെർവർ എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ അല്ലാതെ നമുക്ക് എന്ത് പറയാം? എൻട്രൻസ്. ഇപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഹോട്ടൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ? അതായത് എൻട്രൻസ് തന്നെ ഒരാളുണ്ടായിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരെയാണോ മീറ്റ് ചെയ്യേണ്ടത്, അല്ല നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് അല്ലാണ്ടെങ്കിൽ മറ്റ് ഏരിയകളിലോട്ടൊക്കെ നമുക്ക് ഒരു എൻട്രി ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം അതുപോലെയാണ് നമ്മുടെ ക്യൂബർനെറ്റ്സ് ക്ലസ്റ്ററിൻ്റെ, എൻ്റയർ ക്ലസ്റ്ററിൻ്റെ ഒരു ഗേറ്റ് വേ. ഈ ക്ലസ്റ്ററിൻ്റെ അകത്തോട്ട് നമ്മൾക്ക് കടക്കാനുള്ള, അല്ലാണ്ട് ക്ലസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഗേറ്റ് വേ അല്ലാണ്ട് ഒരു എൻട്രൻസ് പോയിൻ്റാണ് എന്ത്? API സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്ലസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക?
നമുക്ക് അതിൻ്റെ ക്ലയൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ക്ലസ്റ്ററുകൾ നമുക്ക് വെബിൽ അവൈലബിൾ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ് എന്ത്, kubectl. ഓക്കെ, kubectl എന്ന് പറയുന്നത് ഒരു കമാൻഡ് ലൈൻ ടൂളാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഷെല്ലിൽ ടെർമിനൽ എന്ത് ചെയ്യും, സിസ്റ്റം CTL ഒക്കെ യൂസ് ചെയ്യുമല്ലോ അല്ലേ, അതുപോലെ ഒരു കമാൻഡ് ലൈൻ ടൂളാണ്, അല്ലാണ്ട് ഒരു ഇൻ്റർഫേസ് ആണ് എന്ത്, kubectl എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമാൻഡ് ലൈനിൽ kubectl എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലസ്റ്ററുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് എന്തിനാണ് ക്ലസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മേ ബി നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യേണ്ടി വരും, അതിലെന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും, ലോഗ്സ് എടുക്കേണ്ടി വരും, പല മാസ്റ്റർ നോഡിലോട്ടും വർക്കർ നോഡിലോട്ടൊക്കെ നമുക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആരോട് ആദ്യം എൻട്രൻസ്, അല്ലാണ്ട് ആ ഒരു എൻട്രി പോയിന്റ് നമ്മൾ ആരോട് ചോദിക്കണം, API സെർവറിനോട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾവേസ് നമ്മൾ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മാസ്റ്റർ നോഡിലെ API സെർവർ. അപ്പോൾ അതിനാണ് മാസ്റ്റർ നോഡിൽ API സെർവർ ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഷെഡ്യൂളർ ഉണ്ട് അല്ലേ. അപ്പോൾ ഷെഡ്യൂളർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അസൈനറാണ്, അതായത് ഒരു അസൈനി. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, ഒരു 100+ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഞാൻ ഡിപ്ലോയ് ചെയ്യുകയാണ് നമ്മുടെ ക്യൂബർനെറ്റ്സിൽ. ഓക്കെ, അപ്പോൾ ക്യൂബർനെറ്റ്സിൽ ഞാൻ എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുക, ആ ഒരു പാത്ത് നമുക്ക് ഇവിടെ ജസ്റ്റ് വരക്കാം അല്ലേ. ഞാൻ kubectl ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിപ്ലോയ് ചെയ്യുന്നത് അല്ലേ. kubectl ഉപയോഗിച്ചിട്ട് ഞാൻ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, API സെർവറുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. API സെർവറിനോട് ഞാൻ എന്ത് പറയും, എൻ്റെ ഈ ഡോക്കർ കണ്ടെയ്നേഴ്സിൽ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ ഓൺ ദ സ്പോട്ട് API സെർവർ ആരോട് പറയും, ഷെഡ്യൂളർ. ഓക്കെ, ഷെഡ്യൂളറാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ആപ്ലിക്കേഷനെ കൊണ്ടുപോയിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നത്, അല്ലാണ്ട് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരനാണ് നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഏത് നോഡിലാണ്, അല്ലാണ്ട് ഏത് വർക്കർ നോഡിലാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത് എന്നൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഷെഡ്യൂളറാണ്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂളർ എന്ത് ചെയ്യും, നമ്മളുടെ മറ്റു നോഡുകളിലൊക്കെ ഇപ്പോൾ ഒരു 100+ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ മേ ബി ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഒരു 60 ഡോക്കർ കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്തു, ഈ വർക്കർ നോഡിൽ പുള്ളിക്കാരൻ ഡിപ്ലോയ് ചെയ്തു. ബാക്കി എന്തുണ്ട്, 40 ഉണ്ട് അല്ലേ. അപ്പോൾ ആ 40 ഇവിടെ തന്നെ ഡിപ്ലോയ് ചെയ്യില്ല. അപ്പോൾ പുള്ളിക്ക് എന്ത് മനസ്സിലാവും, നമ്മുടെ വേറെ ഒരു വർക്കർ നോഡ് ഉണ്ട്, ഇവിടെ കുറച്ചും കൂടി ഫ്രീ സ്പേസ് ഉണ്ട്, അപ്പം ബാക്കി 40 മേ ബി ഇവിടെ ആയിരിക്കും ഡിപ്ലോയ് ചെയ്യുന്നത്. അതെല്ലാം ഇതിൻ്റെയൊക്കെ ഹെൽത്ത് കാര്യങ്ങളും അതുപോലെ ഫ്രീ സ്പേസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഷെഡ്യൂളർ നമ്മളുടെ ഡോക്കർ കണ്ടെയ്നേഴ്സിനെ അല്ലാണ്ട് നമ്മുടെ അപ്ലിക്കേഷനൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ വർക്കർ നോഡിൽ കൊണ്ടുപോയിട്ട് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട്, കൺട്രോൾ മാനേജർ. പുള്ളിക്കാരൻ ജസ്റ്റ് എന്താ പറയുക, ഒരു സൂപ്പർവൈസർ പോലെയാണ്. ഓക്കെ, അതായത് പുള്ളി എന്താ ചെയ്യുന്നത്, എല്ലാതും ഒരു മേൽനോട്ടായിരിക്കും നോക്കുന്നത്. അതായത് നമ്മുടെ വർക്കർ നോഡുകളെല്ലാം പ്രോപ്പറാണോ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും എന്താ പറയുക നമ്മൾ ഡിപ്ലോയ് ചെയ്ത ഡോക്കർ കണ്ടെയ്നേഴ്സിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്, നമ്മുടെ കൺട്രോൾ മാനേജറാണ്. പുള്ളിയാണ് ഒരു സൂപ്പർവൈസർ ലെവലിൽ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, ETCD. ഓക്കെ, ETCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡാറ്റാബേസ് പോലെയാണ്, നമ്മുടെ ക്ലസ്റ്ററിൻ്റെ അകത്തൊരു ചെറിയൊരു ഡാറ്റാബേസ്. അതായത് കീ വാല്യൂ, ശ്രദ്ധിക്കണേ, കീ വാല്യൂ പെയർസ് ആയിട്ടാണ് ക്ലസ്റ്ററിലുള്ള ഒരുപാട് ഡാറ്റകൾ പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ഈ ക്ലസ്റ്ററിൽ എത്ര മാസ്റ്റർ നോഡ് ഉണ്ട്, എത്ര വർക്കർ നോഡ് ഉണ്ട്, എത്ര ഡോക്കർ കണ്ടെയ്നേഴ്സ് ഡിപ്ലോയിഡ് ആയിട്ടുണ്ട്, ഇത്തരം ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ ആരുടെ അടുത്തുണ്ടായിരിക്കും, ETCDയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ. API സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലസ്റ്ററിലോട്ടുള്ളൊരു ഗേറ്റ് വേ. ഓക്കെ, ഷെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന നമ്മുടെ പോഡ് കാര്യങ്ങളൊക്കെ ഓരോരോ ഏരിയകളിൽ ഏത് വർക്കർ നോഡിലാണ്, 2 വർക്കർ നോഡിലുണ്ടെങ്കിൽ ഈ ബോർഡുകൾ എവിടെ പോകണം, ഈ ബോർഡുകൾ എവിടെ പോകണം, ഇത് എവിടെ ഡിപ്ലോയ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന ആളാണ് ഷെഡ്യൂളർ. കൺട്രോൾ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പർവൈസർ. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു വർക്കർ നോഡിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, അല്ലാണ്ട് നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതെല്ലാം
ആരറിയിക്കും? നമ്മളുടെ മാസ്റ്റർ നോഡിലെ API സെർവറുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് ആര്? കൺട്രോൾ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ നോഡിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് പരിചയമായി അല്ലേ? നെക്സ്റ്റ് ഇവിടെ വരുന്നത് ക്യൂബിലെറ്റ്, അതുപോലെ ക്യൂബ് പ്രോക്സി. നമ്മൾ CRI നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ? നമ്മളെ ഡോക്കർ കണ്ടെയ്നേഴ്സിന് റൺ ചെയ്യാൻ വേണ്ട ഒരു ഏരിയ അല്ല, അതാണ് CRI എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്തുണ്ട്? എല്ലാത്തിലും ഉണ്ടാവുന്ന ഒരു ഏജൻ്റാണ് എന്ത്? ക്യൂബിലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂബിലെറ്റിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂബിലെറ്റ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, അതായത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ക്യൂബിലെറ്റ് നോക്കുന്നത്. ക്യൂബിലെറ്റ് കമ്മ്യൂണിക്കേഷനും അതുപോലെ നമ്മളുടെ ഏതൊക്കെ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഡെഡായി അല്ലാണ്ട് അവരുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ വർക്കർ നോഡിൽ നിന്നും ചെക്ക് ചെയ്യുന്ന ആളാരാണ്? ക്യൂബിലെറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഒരുപാട് ഡോക്കർ കണ്ടെയ്നേഴ്സ് ഉണ്ട്, അതിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് API സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കൺട്രോൾ മാനേജറുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇൻഫർമേഷനൊക്കെ കൊടുക്കുന്ന ആളൊക്കെ ആരാണ്? ക്യൂബിലെറ്റ് ആണ്. ക്യൂബിലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏജൻ്റാണ്. നമുക്ക് എത്ര വർക്കർ നോഡ് ഉണ്ടോ അവിടെയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യൂബ് പ്രോക്സി. ആ പ്രോക്സി എന്ന് പറയുന്ന ടേം കേട്ടാൽ തന്നെ അറിയാം. നമ്മൾ എൻജിനിക്സിൽ പ്രോക്സി ചെയ്യുക, അല്ലാണ്ട് പ്രോക്സി എന്ന് പറയുന്നത് എന്താ? നെറ്റ്വർക്കാണ് അല്ലേ? അതായത് നമുക്കറിയാം നമ്മുടെ മാസ്റ്റർ നോഡും വർക്കർ നോഡും തമ്മിലുള്ള നെറ്റ്വർക്ക് കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഓരോ ട്രാഫിക്കുകൾ ഫോർവേഡ് ചെയ്യേണ്ടി വരും, ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇത്തരം പോസിബിലിറ്റീസൊക്കെ കൊടുക്കുന്ന ഒരു കോമ്പോണൻ്റ് ആണ് ആര്? ക്യൂബ് പ്രോക്സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മാസ്റ്റർ നോഡിലും വർക്കർ നോഡിലും ആരൊക്കെ ഉണ്ട്, ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് കണ്ടോ? വെൽ സെറ്റായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അല്ലേ? അതായത് ക്ലസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ചുമ്മാ മാസ്റ്റർ നോഡ് വർക്കർ നോഡ് എന്ന് പറഞ്ഞ് കുറച്ച് സെർവറുകളോ കാര്യങ്ങളോ കൊണ്ടിട്ടാൽ മാത്രം പോരാ. മാസ്റ്റർ നോഡിൽ വേണ്ട കോമ്പോണൻറ്റുകൾ നമ്മൾ മാസ്റ്റർ നോഡിൽ ഇൻസ്റ്റാൾ ചെയ്യണം, കോൺഫിഗർ ചെയ്യണം. വർക്കർ നോഡിൽ എന്തൊക്കെയാണ് വേണം അത് വർക്കർ നോഡിൽ ചെയ്യണം. എന്നാലേ ഇതെന്താവത്തുള്ളൂ? ഒരു ക്ലസ്റ്ററായി മാറത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ചെറിയൊരു പുള്ളിക്കാരനും കൂടി ഉണ്ട്, പോഡ്. ഓക്കെ, പോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്ററിലെ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റാണ് എന്ത്? പോഡ് എന്ന് പറയുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ ദ ക്ലസ്റ്റർ. ഓക്കെ, അതായത് നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സ് നമുക്കറിയാം അല്ലേ? ഈ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഒരു പോഡിൻ്റെ അകത്തായിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, CRIയിൽ നമ്മളുടെ കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസിൽ എന്തുണ്ടായിരിക്കും? പോഡ് ഉണ്ടായിരിക്കും. ആ പോഡിൻ്റെ അകത്താണ് എന്തുണ്ടായിരിക്കുക? നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കണ്ടെയ്നർ ഉണ്ടോ അല്ലാണ്ട് എത്ര ഡോക്കർ കണ്ടെയ്നേഴ്സ് ഉണ്ടോ അത്രയും പോഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. പോഡ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. നമ്മുടെ വർക്കർ നോഡിൽ കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും, അവിടെ പോഡ് ഉണ്ടായിരിക്കും. പോഡിൻ്റെ അകത്താണ് നമ്മളുടെ ഡോക്കർ കണ്ടെയ്നേഴ്സൊക്കെ എന്തുണ്ടായിരിക്കുക? ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു എൻ്റയർ ക്ലസ്റ്ററിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളുടെ ക്യൂബർനെസിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ കഴിയും? ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ കാണുന്നത് പോസിബിളാണ്. ഞാൻ നിങ്ങൾക്കൊരു ആർക്കിടെക്ചർ കാണിച്ചു തരാം. കണ്ടോ? ഇത് ഞാൻ ക്യൂബർനെസിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ എടുത്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാലോ അറിയാം, സെയിം നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ ഡിസ്കസ് ചെയ്തത് സെയിം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കണ്ടോ? ക്യൂബ് API സെർവർ, ഒരു API സെർവർ ഉണ്ട്, കൺട്രോൾ മാനേജർ ഉണ്ട്, ഷെഡ്യൂളർ ഉണ്ട്, ETCD ഉണ്ട്. ഓക്കെ, അതുപോലെ നോഡ്, ഇതൊക്കെ എന്താണ്? വർക്കർ നോഡുകളാണ്. വർക്കർ നോഡിൽ ക്യൂബിലെറ്റ് ഉണ്ട്, ക്യൂബ് പ്രോക്സി ഉണ്ട്. കണ്ടോ? CRI കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് ഉണ്ട്, അതിൻ്റെ അകത്ത് പോഡ് ഉണ്ട്. ഈ പോഡിൻ്റെ അകത്താണ് എന്തുണ്ടായിരിക്കുക? നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സ് വന്നിട്ട് പ്ലേസ്ഡ് ആവുന്നത്. ഓക്കെ, കണ്ടോ? ഇവിടെ ഒരുപാട് പോഡുകളുണ്ട്. കണ്ടോ? അപ്പോൾ ഇതിലൊരു ഡോക്കർ കണ്ടെയ്നർ ഉണ്ടായിരിക്കും, ഇതിലൊരു ഡോക്കർ കണ്ടെയ്നർ ഉണ്ടായിരിക്കും, ഇതിലൊരു ഡോക്കർ കണ്ടെയ്നർ ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് എന്താവുന്നത്? പ്ലേസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂബിലെറ്റ് ഉണ്ട്, ക്യൂബ് പ്രോക്സി ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ആരോ കണ്ടോ? യഥാസമയം നമ്മളുടെ ക്ലസ്റ്ററിൻ്റെ അകത്തുള്ള ETCD ആയാലും ഷെഡ്യൂളർ ആയാലും ഇവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? നമ്മുടെ API സെർവറുമായിട്ടാണ്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആരുമായിട്ടാണ്? API സെർവറുമായിട്ട് നമ്മൾ kubectl എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ നമ്മുടെ API സെർവർ ഷെഡ്യൂളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ മാനേജർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടോ? ETCD കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ
അതായത് നമ്മളുടെ ക്യൂബ് പ്രോക്സി എന്ത് ചെയ്യും, ആ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മുടെ ക്യൂബിലെറ്റ് യഥാസമയം എന്ത് ചെക്ക് ചെയ്യും, ഏതെങ്കിലും ഡോക്കർ കണ്ടെയ്നർ ഡെഡായോ എന്ന് ചെക്ക് ചെയ്യും അല്ലേ. ആ ഡെഡായത് ക്യൂബ് പ്രോക്സി വഴി API സെർവറിലെത്തും. API സെർവറിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷന് നമ്മുടെ ETC-യിൽ പോയിട്ട് സ്റ്റോർ ആവും, ഒരു ഡോക്കർ കണ്ടെയ്നർ അവിടെ ഡെഡ് ആയിട്ടുണ്ടെന്ന്. കണ്ടോ, ക്ലസ്റ്ററിലുള്ള എല്ലാ ഇൻഫർമേഷനും ETC-യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യും, നമ്മുടെ ഷെഡ്യൂളറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഷെഡ്യൂളർ എന്ത് ചെയ്യും, അത് വീണ്ടും ഷെഡ്യൂൾ ചെയ്യും. ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ എന്ത് ചെയ്യും, ഒരു സൈക്കിൾ പോലെ അവിടെയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ട കോമ്പോണൻറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്ലൗഡ് കൺട്രോൾ മാനേജർ. ഇത് നമ്മൾ ക്ലൗഡിലൊക്കെ EKS-ഉം AKS-ഉം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്നൊരു കോമ്പോണൻ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇതുപോലൊരു ക്ലസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ നമ്മൾ ക്ലസ്റ്ററിൻ്റെ അകത്തുള്ള ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നല്ല രീതിയിൽ മനസ്സിലാക്കി. ക്യൂബർനെസ് ആർക്കിടെക്ചർ മനസ്സിലാക്കി, ക്യൂബർനെസിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായി ഇപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരം കോമ്പോണൻറ്റുകളെല്ലാം അടങ്ങിയിട്ടുള്ള അല്ലാണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ നമുക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം അല്ല. അതായത് ഒരു ക്ലസ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ സ്വന്തം ക്ലസ്റ്റർ. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് മനസ്സിലാക്കുക, ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, എന്തിനാണ് ഓരോന്ന് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിളാണ്.